ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. നമ്മളെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗ് എന്താ വെച്ചാൽ നമ്മൾ തെണ്ടിപ്പോക്കാണ്. അതായത് ഈവനിങ് കറങ്ങാൻ പോവുക, അതായത് പുറത്ത് പോവാണ്. ഇതുവരെ വെയിലായിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല. പിന്നെ അപ്പൂസിൻ്റെ ക്ലാസ് ഇട്ടിട്ട് അപ്പൂസ് അവിടെ ഒച്ചുമ്പിളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ കാര്യത്തിലെടുക്കില്ല. ഇത് ഇട്ടിട്ടാണ് നമ്മളത്തെ വ്ളോഗ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഗായ്സ് ടീംസ് മാറ്റിയിരിക്കുന്നുണ്ട്. അപ്പോൾ അപ്പൂസും മമ്മിയും ഞങ്ങളിതാ ഗൈസ് പോകാൻ പോവാണ്. ഗൈസ് അപ്പൂസ് പമ്പേഴ്സ് മാത്രം അതായത് തൂക്കി വാങ്ങിയ ഡ്രസ്സ് എന്നൊക്കെ കേട്ടു. അപ്പോ കണ്ടോളി ഈ സാധനം കണ്ടോ അപ്പൂസിന്റെ കജ്ജില്. ഞങ്ങളെ തലയിൽ ഒന്നും കാര്യമില്ല, ഞങ്ങൾ അത് വലിച്ചിടും. ഇന്റെ ക്ലാസ് എടുക്കാൻ നിൽക്കണ്ട കേട്ടോ, ഇച്ചു വേണ്ട നിങ്ങൾ ക്ലാസ് എന്നാണ് അവിടുത്തെ അപ്പൂസിന്റെ ക്ലാസ്. അതല്ലേ ഇത് ഗൈസ്, ഇത് ഇതിലു എന്താ പറയാ എടുക്കണ്ട എന്ന് പറഞ്ഞ ക്ലാസ് ഞാൻ എടുത്തതാണ്. പിന്നെ അപ്പൂസിന് വേറൊരു ക്ലാസ് ഉണ്ട്, നമ്മളന്ന് ഇൻസ്റ്റയിൽ ഉണ്ടായിരുന്നല്ലോ, പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിന്. പിന്നെ ഓളെ ബാഗിലാവാനാണ് മിക്കവാറും ചാൻസ് ഉള്ളത്. അപ്പോൾ എന്താ പറയാ, ഇനി അധികം പറയാതെ ഞങ്ങൾ ഇപ്പം ഇന്ന് യാത്ര തുടങ്ങാൻ പോവാണ് ഗൈസ്. നേരെ പുറത്തേക്ക് ഇറങ്ങട്ടെ, ഇവിടെ നല്ല ചൂടുണ്ട് പുറത്താണെങ്കിലും. ഗൈസ് ഓള് എൻ്റെ മാരിക്കണ്ടേ, ഞങ്ങൾക്ക് അധികം ബ്യൂട്ടീഷ്യൻ അധികം നമുക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഞാൻ പിന്നെ ഫൗണ്ടേഷനൊക്കെ തേച്ച്, ഫൗണ്ടേഷൻ എല്ലാത്തിനും പറയാം സൺസ്ക്രീം, അതായത് വെയിൽ പോയതിന് ശേഷം ഉപയോഗിക്കുന്ന ക്രീമാണ് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ വെയിലൊന്നും ഇല്ലല്ലോ. സമയം 5:30 ആയി. ഇനി ഞങ്ങൾ അപ്പൂസേ ഇവിടെ ഞാൻ റബ്ബേ നമ്മക്ക് കച്ചിപ്പം കൊടുത്തത് ഇഞ്ചത്ത് തരണ്ടെന്നാണ് പറഞ്ഞതാണ്. വരിട്ട് വന്നു അപ്പ പറഞ്ഞാണ് അണ്ണാൻ പോയി അന്നതിലോ പോലെന്നാ ഗൈസ്. എൻ്റെ കോസ്റ്റ്യൂമേ കാണിച്ചു കേട്ടോ. ഞാൻ ഷൂ എടുക്കട്ടെ. ഇതുണ്ടോ നമ്മള് ഒരു ഷൂ ലേസ് പൊട്ടിട്ടുള്ളൂ, അതായത് പോകാൻ നേരത്താണ് ലേസ് ഇട്ടുക. മറ്റുമ്പോൾ കെട്ടാനാണ്. എന്നാൽ രണ്ടും കെട്ടിയിട്ടൊന്നും കാലും വിടോ, ആ പരിപാടിയില്ല. ഓള് ഒന്ന് കെട്ടിയിട്ട് അത് പിന്നെ ലേസ് ഇടുക. അപ്പൂസ് നടങ്ങിന്ന എൻ്റെ തള്ളാണ്ടില്ലേ ഇപ്പോഴെ ലേസ് ഇട്ടാൻ നിൽക്കണത്. ഇഞ്ച മേത്ത് കൂടെ ചോട്ടി കയറ്റിട്ട് കാര്യമില്ല. ഇതെനിക്ക് പറയല്ലേ എന്ത് വേണ്ടല്ലോ, തരൂലല്ലോ. കാരണം ഇക്കോലോ സമയം ഉണ്ടായിട്ട് എനിക്ക് പോകാൻ നേരത്താണ് എനിക്ക് അന്തം വന്നത്. അതായത് ലേസ് ഇടണം. ആ നമ്മളെ പുസ്തകം പറഞ്ഞില്ലേ ജില്ലിനപ്പോ. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞതിനോട് 5 മണിക്കൂർ ഇറങ്ങണം. അപ്പോൾ 6 മണിയായി. അപ്പൂസിനാണ് ഇതിലടിച്ചു ഇപ്പോൾ കണ്ടോ. ഇത്രയും നേരം ഞാൻ കാത്തുക്കുള്ളൂ, അത് കഴിഞ്ഞാൽ ഞാൻ എടുത്തു എന്താ അല്ലിജ് പറഞ്ഞ്. ഇത് ഡയലോഗ് അടിച്ചാണ്ട് എല്ലായിടത്തും ഇവിടെ 2-1 അറിഞ്ഞിട്ടുള്ളൂ. ഇവിടെ വണ്ടി എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പൂസിന് എടുക്കൂല, ഇനി എടുക്കൂല. ഓള് തെറ്റിക്കാണ്. എൻ്റെ കച്ചട്ടാ എൻ്റെ കഴിഞ്ഞിട്ട് മതി ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഗൈസ് യാത്ര തുടങ്ങാൻ നിൽക്കുകയാണ്. ഞങ്ങളൊന്ന് പോകുമല്ലേ എന്നാ ഇതിലോ. അപ്പൂസേ എന്നോട് മമ്മ തെറ്റിയില്ലേ? ആ നോക്കേ ടാറ്റ. ഗൈസ് 100 റുപ്യക്ക് എണ്ണടിച്ചാൻ വേണ്ടി വന്നേക്കാണ് ടീം. അപ്പൂസ് എവിടെ എത്തിയത്? ഗൈസ് ഞങ്ങളിതാ ജിയോൻ്റെ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ച് അപ്പൂസ് ഫുള്ള് ടാറ്റ് കൊടുക്കൽ ചെറിയൊക്കെയാണ് എല്ലാവരോടും. അങ്ങനെ മമ്മ കണ്ണാടിയിൽ നോക്കണ്ടെന്നാ പറഞ്ഞു. അപ്പൂസേ അപ്പൂസ് ഓക്കെ. അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ നിലമ്പൂർ എത്തി. ദിലൂന് എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ ഗൈസ്, ഇങ്ങോട്ട് നിലമ്പൂരൊന്നും പറ്റിയില്ലല്ലോ എനിക്ക് അങ്ങോട്ട് പോകണ്ടീന്. മഞ്ചേരിക്കല്ലേ പോകണ്ടീന്. മഞ്ചേരി പെരി കുത്തുന്നാൽ മതിന്. സോ ഗായ്സ് ഇങ്ങനെയൊക്കെ എവിടെന്തെങ്കിലും കിട്ടുന്നത് പെണ്ണുങ്ങളെ
എനിക്കെന്താ വെച്ചാൽ എങ്ങോട്ട് കൊണ്ടുപോകണവർക്ക് പറ്റൂല, പിന്നെ ജ്യൂസൊന്നും കുടിച്ചൂല, അങ്ങനെയൊക്കെയാണ് ഓളെ അവസ്ഥ. പിന്നെ ചായ വേണോ എന്ന് ചോദിച്ചാൽ ഓള് വേണ്ടാന്ന് തന്നെ പറയുള്ളൂ. അത്രക്കും എന്താ പറയുക, നമ്മളെ പൈസ സേവിക്കുന്ന ഭാര്യയാണ്. പിന്നെ ജ്യൂസ് വേണ്ട, എനിക്ക് വേണ്ട, ഐസ്ക്രീമോ വേണോ? അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇനി നേരെ കനോലി ഫോർട്ട് പോയിട്ട് ഐസ്ക്രീം കഴിക്കാൻ പോവുക. എന്നെ ഗൈസ് നമ്മൾ അപ്പൂസിന് ടോയ്സ് നോക്കാൻ എത്തിയിരിക്കുകയാണ്. എന്താ വേണ്ടേ, കിച്ചൺ സെറ്റ് വേണ്ടേ ഇതിലോ? പിന്നെ ഏതാ ഈ വലിയ ജീപ്പണ വാങ്ങിയാലോ? വേണ്ടോ? പൈസ എത്ര വെച്ച് നോക്ക്. അതിൽ കൊട്ട ജീപ്പ്, JCB. ഗായ്സ് സംഭവം കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബലൂണുകളുണ്ട്. അപ്പൂസിന് ഏതാ വേണ്ടി? എനിക്കേതാ വേണ്ടി? ഇതൊക്കെ നോക്ക്. ഏതാ വണ്ടി ഇത്? ഏതാ വണ്ടി? എന്താ വണ്ടി? ലിലു ഇതുമ്മ മല്ലികെട്ടി കൂടുണ്ട്. അപ്പൂസിനല്ല, ലിലുവിനാണ്. ഞാൻ ഇച്ചിരി തോക്കും നോക്കുന്നുണ്ട്. അപ്പൂസിന്റെ പേര് പറഞ്ഞ് ഇച്ചിരി തോക്കും നോക്കുന്നുണ്ടല്ലേ. അപ്പൊ ഇജ്ജ് വല്ലതും അറിയണ്ട ഇവിടെ എന്തൊക്കെ നടക്കണെന്നില്ല, എന്തൊക്കെ ഇവിടെ നടക്കണേ. ഓട്ടോറിക്ഷ കാറാ കണ്ടോ, സ്പോർട്സ് കാർ ഫുള്ളുണ്ട്. രസമുണ്ടല്ലേ? ഇവിടെ ചെറിയൊരു ലുലുമാൾ തന്നെയല്ലേ, വെറുതെ അല്ലല്ലോ, അത് ലുലുമാളാണ്. ഹെലികോപ്റ്റർ റേറ്റും ഉണ്ട്. കൊണ്ടുപോയി സാധനങ്ങൾ ഫുള്ള് നൈസ്, അടിപൊളി. സ്പെയർമാനൊക്കെ ഉണ്ട്. $90 പിന്നെ വാങ്ങി 2 സാധനം. ടോപ്പ് വേണ്ട, ടോപ്പൊരു മജ്ജല്ലോ ഇത് വാങ്ങിയില്ല എന്നല്ല, ഓക്ക് വാങ്ങാണോ? ഭയങ്കര ചൂട് ഗൈസ്. കിച്ചൺ സെറ്റ് ആണോ? സംഭവമൊക്കെ വാങ്ങിക്കഴിഞ്ഞു, എന്നിട്ടും ഓള് ഓളെ പരിപാടി നിർത്തി. അപ്പൂസിന് വേണത് അല്ല കഴിഞ്ഞില്ല. ചെണ്ടാണോ? അവിടെ ഉണ്ട്, അത് കഴിഞ്ഞു. അത് സാധനം കഴിഞ്ഞിട്ട് വാങ്ങാം, അത് മതി. എന്നെ ഗൈസ് ഞങ്ങളെ പർച്ചേസിങ് കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. ഞാൻ അങ്ങോട്ട് പോണേ ഐസ്ക്രീം വന്നാലേ, ഞാൻ ഐസ്ക്രീം വന്നാൻ വേണ്ടി പോവാണ് ഗൈസ്. അതാണ് ഞങ്ങളെ വണ്ടി. ഇരുട്ടായി തുടങ്ങി, പക്ഷെ എന്നാലും ചൂട് മാറിയിട്ടില്ല. ദാഹം തീർക്കാൻ വേണ്ടിയാണ്ട് ഒരു കരിമ്പ് കൂടി കുടിക്കുകയാണ് അല്ലേ. ഞാൻ ഇരിക്കാജ് നിൽക്കും കേട്ടോ. അപ്പൂസിൻ്റെ കരിമ്പ് ജ്യൂസ് വേണോ? അപ്പോൾ അടിച്ചെന്ന് നോക്കിക്കോട്ടോ അപ്പൂസേ. പപ്പാക്ക് ആദ്യത്തേനും പരിപാടി പാട്ടല്ല, മാങ്ങ എന്തേലും വേണോ നിങ്ങൾക്ക്? ഐസ്ക്രീം അപ്പൂസിന് ഏതാ വണ്ടി? സ്ട്രോബെറി ആണോ? എനിക്ക് ഏതാ വണ്ടി ഇതിലോ? ഗൈസ് ഇവിടെ ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇറങ്ങത്തില്ല, ഞാൻ ഇറങ്ങുന്ന സ്ഥലമാണ്. ഇതിൽ എൻ്റെ ടീമൊന്നും ഇപ്പം ഇല്ലല്ലോ. നിങ്ങളെ ടീമിൻ്റെ ഒപ്പം പോകുന്നത്
ഞാൻ സ്ട്രോബെറിയും ഇതിലും എന്തിൻ്റെ പേരും കൊക്കക്കായി. അപ്പൂസിന് സ്ട്രോബെറി ഉണ്ട്. ആകെ തല്ലാണ്. ഗായ്സ് ആകെ ഊമ്പലും കഞ്ഞായി. ഐസ്ക്രീം പൗതായപ്പോ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് ഗായ്സ്. ഉണ്ടോ ആകെ ഉരുകി ചാടിയിട്ട്. ദിലു ദിലു ഗായ്സ് ദിലുവിനെ കാണിച്ചിട്ടോ. കറക്റ്റ് സൂം ചെയ്ത് നമ്മള് ആണ് അവിടെ അവിടെ ഉണ്ടോ. അതാണ് ദിലു. കൊണ്ടുപോയി ദിലു സെയിമോ കൊണ്ടുപോയി. അപ്പൂസേ മമ്മാന്റെ അതേമാതിരി അപ്പൂസ്. ഞാൻ കാര്യം പറഞ്ഞെന്താ വെച്ചാല് ദിലു ഐസിങ് തിന്ന് പൗതിയായിട്ടില്ല. ഒന്നൊരു കൈ ചാടി. അതുകൊണ്ട് പിന്നെ കയ്യിന്ന് ഞാൻ എന്റെ കൈ കെട്ടി ഞാൻ എന്നെ തിന്ന് തീർത്തു ഫുള്ള്. അതിന് ഗൈസ് ഒന്നാമത് ഇവിടെ നല്ല ചൂടായിട്ട് ഐസൊക്കെ വേഗം ഉരിക്കാണ്. ഐസൊക്കെ തിന്നണമെങ്കിൽ എന്താ ചെയ്യണം, AC തിന്നണം. അറിയാം എനിക്ക് AC റൂമില്. എനിക്ക് എന്ത് വെള്ളം വേണ്ടത്? ജ്യൂസ് വേണ്ടത്, ഷെയ്ക്ക് വേണ്ടത്, പച്ചവെള്ളം. ദാഹത്തിന് പച്ചവെള്ളം നല്ലത്. ജ്യൂസ് ഓ എന്ത് ജ്യൂസ് മാഡത്തിന് വേണ്ടത്? ജൂതന്മാർ. അപ്പം നമ്മള് കനോലി ഫോർട്ടില് കടക്ക് ഫേമസ് ഇതാക്കിണ്ടോ. എന്താ പറയാ, നോമ്പ് കഴിഞ്ഞപ്പോ ഇതിന് കടക്ക് സെറ്റപ്പ് ആക്കി. ഞങ്ങൾ ജ്യൂസും കൂടി കുടിക്കട്ടെ. ഞാൻ പോന്നിട്ട് ഇതെന്താ കാട്ടാറിയില്ല. അപ്പോസ് ചിരിച്ചേക്ക. അങ്ങനെ നെക്സ്റ്റ് ഐറ്റം അനാർ. മേപ്പിട്ട് പോലെ പഠിച്ചേക്കാണ്. മറന്നു താറ്റി പിടിച്ചു. ആകെ തെറിപ്പിച്ചു. കൊണ്ടുപോയി അങ്ങനെയല്ല. കണ്ടോ വെറുതെ സീ മോനെ മുട്ടാൻ നിക്കണേ. ഞാൻ ഒറ്റ കൂട്ടിയെ കറന്ന് ഞാൻ ഒറ്റക്ക് കിട്ടോ. ഇങ്ങനെ പിടിച്ചോക്കെ എൻ്റെ ഇല്ലാ കൂടി രസമുണ്ടോ? അപ്പോ വാശിയാവണം. ഇത് വേണ്ടല്ലോ. ഇനി സ്ട്രോ ആണോ? ഞാനിവിടെ കൊയങ്ങിരുന്നു. അപ്പൂസേ അനാറ് കുടിച്ചിട്ട് എങ്ങനെയുണ്ട്? യൂറിക് ആസിഡിന്റെ അസുഖമുണ്ട്. കാലക്കാകെ സീനാണ്. വൃത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ പണ്ടേ മുന്നേറ്റേക്കാണ്. ഡൂയിങ് ഈസ് എ ചിന്തി അല്ലേ? അപ്പോ അങ്ങനെയല്ലേ? കുടി. നിങ്ങൾ ദാഹത്തിന് ജ്യൂസ് മാത്രമല്ലേ കുടിക്കാറുള്ളൂ? ആദ്യമായിട്ട് കുട്ടീനെടുക്കണ മാറിയുണ്ട്. അതിനല്ല ഞാൻ പറഞ്ഞ ആദ്യമായിട്ട് കുട്ടീനെടുക്കണ മാറിയുണ്ട്. കാട്ടിക്കൂടി കണ്ടിട്ട് അങ്ങനെ ചുള്ളിക്കമ്പല്ലേ. ഇത് പിന്നെന്താ വർക്കും പോലീസുകാർ കുടിച്ചോണ്ടോ. അങ്ങനെ ഗൈസ് ഞങ്ങള് വീട്ടിലെത്തിയിരിക്കാണ് അല്ലേ? നമ്മള് വീട്ടിലെത്തി. ഞാനല്ലെന്ന ഇത് അതെങ്ങനെ ശരിയാവും? ഗൈസ് അപ്പൂസിന് എന്തൊക്കെ വാങ്ങിയ കാണിച്ചിട്ടുണ്ട് ഞങ്ങള്.
1 2 ഗൈസ് ഒരു ഫെറാറി ഫെറാറി പിന്നെ ഒരു പമ്മക്കുട്ടി വാങ്ങി ഞങ്ങൾ ഗൈസ് അല്ലേ. അപ്പൂസിനെ ഇഷ്ടമായോ വണ്ടി? അപ്പൂസ് രസമുണ്ടോ വണ്ടി? ഇതൊന്നും പറയില്ലല്ലോ, അപ്പൊന്നും പറഞ്ഞില്ല. ഇഷ്ടായോ? ഓ വലിയ വണ്ടിയാണോ? പശുണ്ണി അപ്പൂച്ചിന് കിട്ടിക്ക, അപ്പൂച്ചിന് മാഷാ അല്ലാഹ്. മീ പശുണ്ണി നോക്ക്, തൊട്ടോക്കെ. ഇഷ്ടായോ? അമ്മക്കുട്ടിയുടെ തലക്ക് അവിടെ തിരിഞ്ഞിരിക്കുന്നു. വിലക്കുള്ള മുതലില്ലേ, അതിനെത്ര വില? 150. 130. അതെന്തൊക്കെയാ പറയണ്ടേ, കൊടുത്തൊക്കെ. പോകത്തില്ല പോകത്തില്ല. അപ്പോൾ ഇത് 2 ആണ് ഗൈസ് ഞങ്ങൾ വാങ്ങിയത്. ഇതിലേതെനിക്ക് ഇഷ്ടപ്പെട്ട്? അപ്പൂസിന് ഏതാ ഇഷ്ടപ്പെട്ട്? അതാ ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇനി കാറൊന്നും വേണ്ടേ? വലിയ കുട്ടിയായപ്പോൾ കാറൊന്നും വേണ്ട? പൊജിച്ചുണ്ടോ? ഇതോ അതാ കണ്ണൊക്കെ ഉണ്ടല്ലേ? ഇനിയൊന്നുമില്ല ഗൈസ്. ഇതെങ്ങനെ പോണ നോക്കട്ടെ നമ്മള്. ഇത് കണ്ടോ പോണത്? കണ്ടോ? പപ്പാക്ക് അവ വരുമോ? ഇനി പപ്പാക്ക് അവയൊന്നുമില്ല. അപ്പോൾ ഗൈസ് ഞങ്ങള് കഴിഞ്ഞൊക്കെ വന്ന് ഞാൻ അപ്പൂസ് എന്തെങ്കിലും ഡ്രസ് കോഡൊക്കെ ഇട്ടിരുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടാളും വിയർത്ത് കുളിച്ചിക്കാണ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാം ടാറ്റ എടുത്താണ്. അപ്പൂസ് ടാറ്റ എടുത്താ പൊന്തിച്ചോണ്ടിരിക്കണം. ദിലുവാണെങ്കിൽ ദിലുവിനാകെ സങ്കടമായി ഗൈസ്. കാരണം ഓക്ക് വേറെ എങ്ങോട്ടോ പോകണം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റൂല. അപ്പോൾ ദിലുവിന് പറ്റിയില്ല അല്ലേ? പറ്റിയില്ലല്ലോ. ഒരാളെ മൂക്കത്താണ് കൊണ്ടോ, മൂക്കുത്തി ശുണ്ടിയിലാണ് ഗൈസ് ദിലു. നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ.